ആദ്യത്തെ മൂവിയാണ് ഇത്. ആക്ച്വലി ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്, പാടിയിട്ടുമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താഷു എന്നാണ്. ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് എവർ പാരനോർമൽ ആക്ടിവിറ്റി മൂവിയാണ്. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ ആസ് വെൽ. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ വ്ളോഗിങ് വേ ആൻഡ് അത് കേരളയിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം വടക്കൻ മൂവി. ആൻഡ് യാ, നിങ്ങൾ ഏതെങ്കിലും പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്, കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് യാ, ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും വടക്കൻ. സോ ഐ ഗെസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കൊന്ന് തിയേറ്ററിൽ പോയി ഈ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു രസമായിരിക്കും. താങ്ക് യു. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നമ്മൾ കാണാത്തൊരു മലയാളം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കാണുന്നത് ഇപ്പോഴാണ്. ഇന്നലെ പൃഥ്വിനാണ് കണ്ടത്. പക്ഷേ ഇന്നലെ എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് പാരനോർമൽ ആക്ടിവിറ്റികളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം അല്ലേ. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടില്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കണം. എല്ലാവരും ഒരുപാട് കുറച്ചും കൂടെ ക്രൗഡ് കാണാം അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്തപ്പോഴൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ആണ്. കാണുന്ന സമയത്തും again it's a very different experience. ഇന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. പിന്നെ ഇതിൻ്റെ തിയേറ്ററിന് വേണ്ടിയിട്ടുണ്ടാക്കിയേക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് തോന്നുന്നു. എന്നാലേ ഈ പടത്തിൻ്റെ ഏറ്റവും എല്ലാ തരത്തിലും ഇത് ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കാണുന്നവർക്ക് കിട്ടുള്ളൂ. സോ എവറിബഡി പ്ലീസ് കം ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. It's an experimental type in Indian film. So, what triggered you to choose this script? First is it's a horror thriller, paranormal film, and the technical crew, wonderful technical crew. Then the story, which has multiple layers, not just a thriller, not just a horror thriller. It has multiple layers. When you watch the film, you listen to the song, you will know. It actually delves deep into the psyche of all those people who are there. And a wonderful talent to work with. All these things actually happen. Thank you. So, being a paranormal movie, we have to ask you, do you have any paranormal experience while shooting or in the schedule? No, not for me. But yeah, most of it was hard work to scare you, scare the audience, and give the audience an experience. So I didn't have any other. In this movie, your character shows that you are a man with fear in the childhood and turns into a paranormal searcher, ghost hunter. So how you prepare yourself for this character? No, I didn't do much of preparation. All preparation was done in the writing itself. Written very well. Usually such characters, to overcome their fear, they go in pursuit of things like this. That's what happens in real life also, scientifically also. So that's why I told. It has very detailed, layered story structure. So you have to come watch it in the theatres. உங்களுக்கு அந்த தியேட்டரில் வந்து பார்த்தா தான் அந்த எக்ஸ்பீரியன்ஸ் ஏன்னா அது ஒரு இமர்சிவ் எக்ஸ்பீரியன்ஸ் என்ன வாட்ச் ஹேஸ் டு பி ஹேட் இன் தி தியேட்டர்ஸ். ஸோ இந்த மாதிரி படம் டெஃபினட்டாக ஒரு தியேட்டர் தான் வந்து பார்க்கணும். அப்போ உங்களுக்கு எல்லா லேயர்ஸும் ஒவ்வொரு தடவையும் பார்க்க புதுசாக லேயர்ஸ் தெரியும். അതെ, ഇങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ്, എനിക്ക് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാർക്ക് കാണാതെയും കേൾക്കാതെയും എത്രയോ വിഷ്വൽസ് എത്രയോ സൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഡെസിബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഡെസിബിളിൻ്റെ താഴെയുള്ള സൗണ്ട് മനുഷ്യന്മാർക്കത് ചെവിയിൽ കേൾക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് തന്നെ ആനിമൽസിനെ കേൾക്കാൻ പറ്റും. അത് നേരെ മറിച്ച് എല്ലാ ഒരു ലൈഫിനെ വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കൂടാതെ വേറെ എനർജീസ് തീർച്ചയായിട്ടും ഉണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാനൊരു സ്ട്രോങ് ബിലീഫ്.
കണ്ടു എല്ലാവരും പടം കണ്ടു പേടിച്ചു കണ്ണടച്ച്. പക്ഷേ എല്ലാവരോടും ഇത് ഞാൻ പറയുകയാണ്, പ്ലീസ് എക്സ്പീരിയൻസ് ദിസ് മൂവി വടക്കൻ ഇൻ 100% ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി